Hi guys, welcome to Denny the Maker. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായി നമ്മുടെ ലാസ്റ്റ് ഇട്ട വീഡിയോന്റെ താഴെ വന്നിട്ട് കുറേ പേര് കമന്റ് ഇടുന്നത് ബ്രോ ടെക് എവിടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആ കമന്റോളം കാണിച്ചത് ഇത് ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു പ്രതിവിധിയായിട്ടാണ് വന്നത്. കാരണം വെച്ചാൽ കുറേ നാളെ ഞാൻ ടെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതായത് എന്തെങ്കിലും ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടാം. അപ്പം ഞാൻ എന്തായാലും അത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിൽ രണ്ടാം പ്ലേ ബട്ടൺ ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മളൊരു ഗോൾഡ് പ്ലേ ബട്ടൺ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും വർഷങ്ങളോളം കാത്തിരുന്നിട്ടൊക്കെയാണ് 1 million ഒക്കെ അടിച്ചിട്ടാണ് ഈ ഗോൾഡ് ബട്ടൺ കിട്ടുന്നത്. നമ്മൾ 2 മണിക്കൂറുകൊണ്ടാണ് സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കട്ടെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ അതായത് ഇതുപോലെ നമുക്കൊരു മൾട്ടിവുഡിൻ്റെ ഒരു പീസ് എടുക്കട്ടെ. ഞാനത് ഇവിടെ പണ്ട് നമ്മുടെ കട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതിൽ ബാക്കിയുള്ളൊരു മൾട്ടിവുഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇനി ഇത് പേപ്പർ ഇട്ട് ഉരയ്ക്കണം, സൈഡ് ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടി ആയിട്ടാണ്. അപ്പോൾ അത് ഈ സൈഡൊക്കെയാണ് നമുക്ക് ഉരയ്ക്കേണ്ടത്. പിന്നെ അതിൽ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിയാൻ പോകുമ്പോൾ പേടിക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അത് ഉരച്ചിട്ട് അതിൻ്റെ ഷേപ്പ് ആക്കിയിട്ടുള്ളതിന് ശേഷമുള്ള ഭാഗം ഞാൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഞാനത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എന്നിട്ട് സൈഡൊക്കെ ഇങ്ങനെ പേപ്പർ ഇട്ടിട്ട് നൈസായിട്ടൊന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡൊക്കെ ഉണ്ട്, ഈ കറുവൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് ഷാർപ്പായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ പ്രശ്നം വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. പിന്നത്തെ പരിപാടി പ്ലേ ബട്ടൻ്റെ ആ ഒരു ഷേപ്പിൽ ഒരു ചട്ടക്കടലാസ് ഇങ്ങനെ വെട്ടിയെടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ആ ഷേപ്പൊക്കെ കറക്റ്റാക്കി എടുത്തിട്ട് ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യണം കേട്ടോ. അപ്പം അത് കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ നല്ലോണം ശ്രദ്ധിച്ച് നടുവിലത്തെ ആ ഒരു പീസ് എക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് സൈഡൊക്കെ ഒന്ന് പേപ്പറൊക്കെ ഒന്ന് ഇട്ട് ഉരച്ച് നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. ഇത് പ്ലേ ബട്ടൻ്റെ കളറിലുള്ള സ്റ്റിക്കറാണ് കേട്ടോ. ഇത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുമൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് സ്റ്റിക്കറാണ്. നമുക്ക് ഇതിന് മുകളിൽ ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയത് എടുത്തുള്ള ഒരു സ്റ്റിക്കർ കടയിലാണ്. കാരണം നമ്മൾ ഒട്ടിച്ചാൽ ശരിയാവില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പേര് എല്ലാ കാര്യങ്ങളും അതിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ആ ഒരു പ്ലേ ബട്ടൻ്റെ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പ്രസൻറ്റഡ് ബൈ ഡെന്നി ദ മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതാളൊക്കെ എഴുതി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിത്തെ പരിപാടി എന്ന് വെച്ചാൽ സെൻട്രലത്തെ ഗ്ലാസ് വെക്കലാണ് കുറച്ച് ടാസ്ക്. ഇതാണ് ആ ഗ്ലാസ്. ഇത് ശരിക്കുള്ള ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്, ഇങ്ങനെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് മടക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ഇതിന് ഏകദേശം ഒരു 100-200 വില വരുന്നുണ്ട്. കണ്ട ആ കവർ പറിച്ചു കളഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള ആ കളർ എടുത്ത് കാണിക്കും. ഞാൻ അത് സെൻറ്ററിലൊന്ന് വെച്ച് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒറിജിനാലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട ഏകദേശം ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതേ സ്റ്റിക്കറിനെ വെച്ചിട്ട് നമുക്കൊരു സംഭവം വെക്കണം. അപ്പോൾ അതിങ്ങനെ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഏകദേശം ഇതുപോലെ ഇരിക്കും. കണ്ട ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ അടുത്ത സ്റ്റിക്കർ ഒട്ടിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് തുണി എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിക്കണം കേട്ടോ. എന്നാൽ അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. കണ്ട നമ്മളിപ്പോൾ ഏകദേശം ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ സാധാരണ ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ റെഡോ കളറിലുള്ള തുണി പ്ലേ ബട്ടൻ്റെ കാണാറുണ്ട് ഞാൻ വീഡിയോയിലൊക്കെ. അപ്പം അതേപോലെ ഏകദേശം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കേണ്ട പരിപാടിയാണ്. ആദ്യം ഇതിലെടുത്തിട്ട് ജസ്റ്റ് ഒരു ത്രികോണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. അതങ്ങോട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ബട്ടൺ റെഡിയാണ് മക്കളെ. അതിനെ ഒട്ടിച്ചതിന് ശേഷം ഏകദേശം ഇങ്ങനെ ഇരിക്കും. കണ്ട ഇതാണ് ലാസ്റ്റ് ഫിനിഷിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. ഒറിജിനലിനെ വലിയ നല്ല അടിപൊളി കുന്നങ്ങളിരിക്കും. അപ്പോൾ ഈ സംഭവം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഏകദേശം ഒരു 1 lakh അടിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഡയമണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇടും. അതായത് ഡയമണ്ടിൻ്റെ പ്ലേ ബട്ടൺ എനിക്ക് തോന്നുന്നു 1 crore ആയി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം. അത് കഴിഞ്ഞാൽ അതും ഇതുവരെ കയറിയാൽ നമുക്ക് ഇനി കുറേ പ്ലേ ബട്ടണുകൾ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ ഇത്ര ഒറിജിനാലിറ്റിയിൽ നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. യൂട്യൂബ് മൊത്തം നമ്മൾ സെർച്ച് ചെയ്തോ പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതാണ് ആ ഐറ്റം. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഫസ്റ്റ് മോഡലാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം എനിക്കിത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടു ഡെന്നി ദ മേക്കർ.